കാർ ക്ലിനിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. എല്ലാ മഴക്കാലത്തും കാണാം വാഹനം വെള്ളത്തിൽ പോയി അപകടത്തിൽപ്പെട്ടു മരിച്ചു എന്നൊക്കെ. അന്നേരം ഒരുപാട് യൂട്യൂബേഴ്സ് വീഡിയോ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ചവിട്ടിയാൽ ഗ്ലാസ് പൊട്ടും, അങ്ങനെ ചവിട്ടിയാൽ ഗ്ലാസ് പൊട്ടും, ഹെഡ് റെസ്റ്റ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഗ്ലാസ് പൊട്ടും എന്നൊക്കെ. എനിക്ക് നീന്തൽ അറിയത്തില്ല, പക്ഷേ ഞാൻ എന്തായാലും ഇത് ഒരുപാട് നാളായി ഇത് ഗ്ലാസ് പൊട്ടുമോ ഇല്ലയോ, വെള്ളത്തിൽ പോയാലുള്ള അവസ്ഥ എങ്ങനെയാണെന്നും നമുക്ക് ആർക്കും അറിയത്തില്ല. ഇല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ അപകടത്തിൽപ്പെട്ട് രക്ഷപ്പെട്ടവരായിരിക്കണം. എന്നാലും ഇത് നമ്മളൊരു അതായത് ഈ അപകടത്തിൽ എങ്ങനെ വെള്ളത്തിൽ വാഹനം മുങ്ങിയാൽ എങ്ങനെ രക്ഷപ്പെടാൻ പറ്റുമോ, ഗ്ലാസ് പൊട്ടിച്ച് രക്ഷപ്പെടാൻ പറ്റുമോ, ഏതെങ്കിലും വിധത്തിൽ രക്ഷപ്പെടാൻ പറ്റുമോ എന്നുള്ള ഒരു പരീക്ഷണ വീഡിയോ ആണ് ഇത്. സേഫ്റ്റി പരമായിട്ട് എല്ലാ കാര്യങ്ങളും ഇപ്പം നമ്മുടെ ഇതെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സ്ഥലമാണ്. അതായത് ഇത്ര ഏരിയ മാത്രമേ ഇവിടെ കുഴിയുള്ളൂ. സൈഡിലും എല്ലാ സ്ഥലത്തും ആളെ സെറ്റാക്കി നിർത്തിയിരിക്കുകയാണ്. അന്നേരം ക്രെയിനുണ്ട്, എല്ലാ സെറ്റപ്പും കൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അന്നേരം ഇതാരും അനുകരിക്കില്ല. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാ മഴക്കാലത്തും ഇതുപോലെ ഒരു വാഹനാപകടങ്ങളും കാണാം. അതിലൊരുപാട് പേര് ഗ്ലാസ് കൊണ്ട് ചവിട്ടിയാൽ പൊട്ടും, അല്ലാതെ പൊട്ടും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വീഡിയോ ഞാൻ കഴിഞ്ഞ വട്ടമെല്ലാം കണ്ടു. എന്നേരം തൊട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ് ഇതുപോലത്തെ ഒരു വീഡിയോ ചെയ്യണം. പക്ഷെ നമുക്ക് മഴക്കാലത്തിൽ ഇങ്ങനെ തെളിഞ്ഞ വെള്ളത്തിലൊന്നും നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റില്ല. ഇത് തന്നെ ഞങ്ങൾ എത്ര സമയമെടുത്തിട്ടാണ് ഈ വീഡിയോ ചെയ്തതെന്ന് നമുക്ക് തന്നെ അറിയത്തില്ല. അതുപോലെ കഷ്ടപ്പാട്. ക്രെയിൻ കൊണ്ടുവന്നത് ക്രെയിനാണെങ്കിൽ ചെരിഞ്ഞു പോയി, ഫുൾ പ്രശ്നങ്ങളാണ്.
വെള്ളത്തിലിടാൻ വണ്ടി മേടിച്ചു, അതുപോലെ ക്രെയിന്, ഇപ്പം ക്രെയിൻ പൊക്കാൻ വേണ്ടി JCB, എല്ലാത്തരം ഇത് ഒരുപാട് ഏകദേശം ഒരു 20 പേരോളം നമ്മുടെ ടീം വർക്കിലുണ്ട്. അന്നേരം ഇതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെ ഒരു വെള്ളത്തിൽ വാഹനം മുങ്ങിയാൽ രക്ഷപ്പെടാൻ പറ്റുമോ എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. നമ്മളിപ്പം മെയിനായിട്ട് എല്ലാ ആൾക്കാരും പറയുന്നത് വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ടെങ്കിൽ സൈഡ് ഗ്ലാസ് അടിച്ചു പൊളിച്ച് ഹെഡ് റെസ്റ്റ് ഉപയോഗിച്ച് സൈഡ് ഗ്ലാസ് അടിച്ചു പൊളിച്ചിട്ട് രക്ഷപ്പെടണമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ള എൻ്റെ അറിവ്. സൈഡ് ഗ്ലാസ്സാണ്, അങ്ങനെയൊക്കെ രക്ഷപ്പെടാൻ പറ്റുമോ? അന്നേരം ഞാൻ ഈ വീഡിയോ ചെയ്തുള്ള എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു കാരണവശാലും വെള്ളത്തിൽ മുങ്ങിപ്പോയ വണ്ടി ഹെഡ് റെസ്റ്റ് ഉപയോഗിച്ച് തട്ടിയിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെടാൻ പറ്റില്ല. ഇതൊരു 2001 സാൻഡ്രോ സിപ്പ് ഗാഡിയാണ്, അതിന് പോലും പറ്റുന്നില്ല, ഗ്ലാസ് പൊട്ടിച്ച് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. അന്നേരം അത് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു വാഹനം വെള്ളത്തിൽ പെട്ടെന്ന് പോയിട്ടുണ്ടെങ്കിൽ അത് ഉടനെ പെട്ടെന്ന് താഴ്ന്നു പോവില്ല. ഏകദേശം ഒരു ഇത്ര സെക്കൻഡ് നേരം വെള്ളത്തിൽ പൊങ്ങിക്കിടന്ന ശേഷം മാത്രമേ താഴ്ന്നു പോവുള്ളൂ. ആ ടൈമിൽ നമുക്കിപ്പം ഈ വാഹനം പൊക്കി വെച്ചിട്ട് ഗ്ലാസ് പൊട്ടിയിട്ട് അങ്ങനെ രക്ഷപ്പെടാൻ പറ്റുമോ നോക്കാം. പക്ഷെ വെള്ളത്തിൽ ഫുള്ളായിട്ട് വീണിട്ട് നമുക്കൊരിക്കലും ഗ്ലാസ് പൊട്ടിച്ച് രക്ഷപ്പെടാൻ പറ്റില്ല എന്നാണ് ഞാൻ ഈ പാടത്തിൽ കൂടി പഠിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ സ്റ്റാഫ് തന്നെ 3 പേരുണ്ടായിരുന്ന വണ്ടിയിൽ ഡിക്കി തുറന്ന് വെച്ചുകൊണ്ട് മാത്രമാണ് അവർ രക്ഷപ്പെട്ടത്, ഇല്ലെങ്കിൽ പെട്ടുപോയത്. അന്നേരം ഗ്ലാസ് ഒരു കാരണവശാലും പൊട്ടിക്കാൻ പറ്റില്ല. ആദ്യം വെപ്രാളത്തിൽ മെയിൻ ഗ്ലാസ് പൊട്ടിച്ചു, പക്ഷെ മെയിൻ ഗ്ലാസ് ഒരിക്കലും പൊട്ടിക്കാൻ പാടില്ല. പക്ഷേ വെള്ളത്തിൽ വീണ വെപ്രാളത്തിൽ മെയിൻ ഗ്ലാസ് അല്ല, എങ്ങനെയും രക്ഷപ്പെടാതെ നമ്മൾ നോക്കുകയുള്ളൂ വെള്ളത്തിൽ വീണാൽ. അന്നേരം രക്ഷപ്പെടുന്ന ഗ്ലാസ് എത്രത്തോളം ആക്കിയിട്ടും ഗ്ലാസ് അകന്ന് വരുന്നതല്ലാതെ പൊട്ടിപ്പോകുന്നില്ല. വെള്ളത്തിൽ എത്ര പ്രഷർ ചെയ്തിട്ടും പൊട്ടിപ്പോകുന്നില്ല. അതുപോലെ കാലുകൊണ്ട് തള്ളി നോക്കി, കാലുകൊണ്ട് തള്ളിയിട്ടും കാര്യമില്ലല്ലോ, കാലുകൊണ്ട് തള്ളിയിട്ട് ഒരു കാര്യമില്ല. എന്നാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. അന്നേരം വെള്ളത്തിൽ വെച്ച് ഗ്ലാസ് അടിച്ച് പൊട്ടിക്കാൻ നോക്കിയാൽ നടക്കില്ലെന്ന് വ്യക്തമായിട്ട് മനസ്സിലായി. അതുപോലെ ഗ്ലാസ് തുറക്കാനും പറ്റില്ലെന്ന് മനസ്സിലായി. അന്നേരം അത്യാവശ്യം ഒരു ക്ഷീണം വന്നു പോയെന്ന് പറഞ്ഞാൽ ലാസ്റ്റത്തെ നിമിഷം ഗ്ലാസ് പൊട്ടിക്കുന്ന ഡെമോ കാണിച്ചപ്പം കൈ ഒരാളെ മുറിഞ്ഞിട്ട് ഏകദേശം 6 സ്റ്റിച്ച് വന്നു. അതിൻ്റെ കുറച്ച് ഇതും പിന്നെ അതുപോലെ തന്നെ ക്രെയിന് താന്നുപോയി, JCB വന്ന് പൊന്തിച്ചു. അങ്ങനെ മൊത്തത്തിലൊരു സൈഡ് എഫക്റ്റായി. എന്തായാലും നമ്മൾ നേരത്തെ അനുവാദം ചോദിച്ച് മെമ്പറോടൊക്കെ അനുവാദം ചോദിച്ച ശേഷമാണ് ഈ വീഡിയോ ചെയ്തത്. നമ്മുടെ സ്ഥലത്തെ മെമ്പറാണ്, അതായത് ഈ സ്ഥലത്തെ ഏരിയയിലെ മെമ്പറാണ്. അതുപോലെ നമ്മളെ സഹായിക്കാൻ വേണ്ടി, നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നാട്ടുകാരും എല്ലാവരും ഉണ്ടായിരുന്നു. നാട്ടുകാരല്ല, നമ്മുടെ കൂട്ടുകാർ തന്നെയാണ് മൊത്തം ആൾക്കാരും. അതുപോലെ തന്നെ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ഇപ്പം ക്രെയിനായിട്ട് നമ്മുടെ കൂട്ടുകാരനാണ് ജെഫിന്. നമ്മുടെ പല വീഡിയോയിലും ഉണ്ടായിരുന്നു അല്ലേ, പല വീഡിയോയിലും ഉണ്ടായിരുന്നു. നമ്മുടെ ഏറ്റവും വലിയ കൂട്ടുകാരനും നാട്ടിലെ ഏറ്റവും വലിയ സുഹൃത്തുമാണ്. അതുപോലെ നാട്ടുകാരനാണ്, രാവിലെ തൊട്ടേ വണ്ടിയടക്കം അറേഞ്ച് ചെയ്തത് പുള്ളിയാണ്. അന്നേരം എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. കല്യാണം നടക്കും.